തുഅറദുൽ ഫിതൻ, ഫിത്നകൾ നിങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു കാലം വരാനുണ്ട്. ഫിത്നയെ തേടി നിങ്ങൾ പോവേണ്ടതില്ല, ഫിത്ന നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരും. അങ്ങനെ ഒരു കാലം നിങ്ങളിലേക്ക് കടന്നു വരും. ഇതുപോലെ കൽ ഹസീരി ഊദൻ ഊദാ, ഒരു പായയുടെ സ്ട്രോകൾ ഒന്നിന് പിറകെ ഒന്നായി ചേർത്ത് വെക്കുന്നത് പോലെ പായകൾ ഉണ്ടാക്കുന്നത് സ്ട്രോകളിൽ വെച്ചാണ്, വൈക്കോലുകൾ ഉപയോഗിച്ചാണ്. അതിന്റെ സ്ട്രോകൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് വെക്കും, അത് കഴിഞ്ഞാൽ അടുത്തത് വെക്കും, അത് കഴിഞ്ഞാൽ അടുത്തത് വെക്കും. എന്നിട്ട് ഈ സ്ട്രോകളെല്ലാം തുന്നിച്ചേർത്തിട്ടാണ് ഒരു പായ ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു സ്ട്രോ കഴിഞ്ഞാൽ അടുത്തത് ചേർത്ത് വെക്കുന്നത് പോലെ ഒരു ഫിത്ന കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് മറ്റൊരു ഫിത്ന, അത് കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് മറ്റൊരു ഫിത്ന. ഫിത്ന എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സമയം നഷ്ടപ്പെടുത്തുന്ന എല്ലാം ഫിത്നയാണ്. അള്ളാഹുവിന്റെ ദീനിൽ നിന്നകറ്റുന്ന എല്ലാം ഫിത്നയാണ്, എല്ലാം പരീക്ഷണമാണത്. ഇതിന് ഏറ്റവും ഉദാഹരണം എനിക്ക് പലപ്പോഴും തോന്നുന്നത് നമ്മുടെ സോഷ്യൽ സൈറ്റുകളാണ്. നമ്മുടെ സോഷ്യൽ സൈറ്റുകൾ, സോഷ്യൽ ആപ്പുകൾ. ഒരുപാട് കാലം മുമ്പ് നിംബുസ് എന്ന് പറയുന്നൊരു സോഷ്യൽ ആപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ തൊട്ടു മുമ്പാണോ എന്നറിയില്ല ഓർക്കൂട്ട് വന്നു. അതിൽ ഇങ്ങനെ ജനങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടുപുറത്ത് ഫേസ്ബുക്ക് വരുന്നത്. ഇതിങ്ങനെ ആസ്വദിച്ച് മടുക്കുമ്പോഴേക്കും വാട്സപ്പ് വന്നു, അത് മടുക്കുമ്പോഴേക്കും പിന്നെ ഇൻസ്റ്റാഗ്രാം വന്നു, അതേപോലെ മ്യൂസിക്കലി വന്നു, ടിക്ടോക്ക് വന്നു. ഇതിവിടെ അവസാനിക്കാൻ പോകുന്നില്ല. ഓരോന്നോരോന്ന് ജനങ്ങൾക്ക് ഉപയോഗിച്ച് മടുക്കുമ്പോഴേക്കും പുതിയ അപ്ഡേഷനുകളിൽ, പുതിയ ഫീച്ചറുകളിൽ, പുതിയ പുതിയ ആപ്പുകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. അതേപോലെ തന്നെയാണ് ഗെയിമുകൾ. നമ്മുടെ കുട്ടികൾ മൊബൈൽ ഫോണിൽ കളിക്കുന്ന ഗെയിമുകൾ ഇതുപോലെയാണ്. വാലിന്റെ സദസ്സിൽ വന്നിട്ട് ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തുള്ളവനെ ഷൂട്ട് ചെയ്യുന്ന കാലമാണിത്. കുട്ടികളൊക്കെ വാലിന് വന്നാൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ 4-5 ആളുകൾ കളിക്കും. നല്ല ശ്രദ്ധിക്കാണെന്ന് ബാക്കിലുള്ള ആളുകൾ വിചാരിക്കുക. ഇവർക്ക് ഇടുന്ന പണി ഷൂട്ട് അടിക്കല, അന്നപ്പുറത്തുള്ള ആളെ കിക്ക് ചെയ്യാ, ഷൂട്ട് ചെയ്യാ, പഞ്ചിടാ. 4-5 ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഗെയിം കളിക്കുക. കുറച്ചു മുമ്പ് ഉണ്ടായിരുന്നു അതിന്റെ ഗെയിമിന്റെ പേര് മിനി മിൽറ്റി എന്തോ ആണ്. എനിക്കിപ്പോ അപ്ഡേഷൻ വന്ന് മാറിയിട്ടുണ്ടാവും. ഗെയിമുകൾ അതേപോലെയാണ്. ഒന്ന് മടുക്കുമ്പോ അടുത്തത്. നമ്മുടെ ബ്ലൂ വെയിൽ വന്നില്ലേ, അങ്ങനെ ഓരോന്ന് ഓരോ സമയത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് മനുഷ്യന്റെ ചിന്തകൾക്ക് അതീതമായി പുതിയ പുതിയ അപ്ഡേഷനുകൾ. അത് ഫിത്നകളാണ്. അതിങ്ങനെ അവസാനിക്കൂല, അത് തുടർന്നുകൊണ്ടേയിരിക്കും. മനുഷ്യന്റെ തലച്ചോറിന് ഒരു കാര്യം കൂടുതൽ കാണുമ്പോൾ മടുക്കുമെന്നാണ്. അത് പുതിയ ഫീച്ചറിൽ പുതിയ കാര്യങ്ങൾ, പുതിയ സൈറ്റുകൾ, പുതിയ ആപ്പുകൾ. ഇതാണ് ഫിത്ന എന്ന് പറയുന്നത്. തുഅറദുൽ ഫിതൻ, നിങ്ങളിലേക്ക് ഫിത്നകൾ പ്രത്യക്ഷപ്പെടുമെന്നാണ് പറഞ്ഞത്. കൽ ഹസീരി ഊദൻ ഊദാ, പായകളുടെ സ്ട്രോകൾ ഒന്നിന് പിറകെ ഒന്നായി വെക്കുന്നത് പോലെ അത് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്, ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, അത് കഴിഞ്ഞാൽ ഒന്ന്. മനുഷ്യന്റെ സമയത്തെ നഷ്ടപ്പെടുത്തുന്ന, മനുഷ്യന്റെ വിലപ്പെട്ട സമയങ്ങളെ കൊന്നുകളയുന്ന, അല്ലാഹുവിന്റെ ഇബാദത്തിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്തുന്ന രീതിയിൽ ഫിത്നകൾ കടന്നു വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഫഅയ്യു ഖൽബിൻ ഉശ്രിബഹാ. ഇതൊക്കെ ഒരു രസകരമായി ആളുകൾക്ക് തോന്നിയാൽ, ഇന്ന് ജുമാ കഴിഞ്ഞപ്പോ ഒരു 3 ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഉസ്താദ് ഞങ്ങള് എല്ലാ സ്ഥലത്തും പോയി ടിക്ടോക്കിനെ കുറിച്ച് വാദം പറയണം. ഞാൻ പറഞ്ഞു, മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, മുമ്പ് പറഞ്ഞ ശരി, എല്ലാ സ്ഥലത്തും പോയിട്ട് പറയണം. സ്ത്രീകൾ, നമ്മുടെ പെൺമക്കൾ യാതൊരു നിയന്ത്രണമില്ലാതെ അവരുടെ ശരീരവും സൗന്ദര്യവും പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് അഴിച്ചുവിടുകയാണ്. ആടാനും പാടാനും ഒരു മടിയുമില്ല. ഏത് മക്കൾ
അന്യപുരുഷന്റെ മുമ്പിൽ തല ഉയർത്താൻ പോലും മടിച്ചിരുന്ന നമ്മുടെ മക്കൾ പുതിയ പുതിയ വീഡിയോകൾ, ലിപ്സിങ്ങുകൾ, അഭിനയങ്ങൾ, ഡയലോഗുകൾ, നൃത്തങ്ങൾ. നമ്മുടെ വീട്ടിലെ പാവപ്പെട്ട പെൺമക്കളാണ് ഏതൊക്കെ രീതിയിലുള്ള നൃത്തങ്ങളും ഡാൻസുകളും ഫോട്ടോകളുമായി ഇൻസ്റ്റയിലും ടിക്ടോക്കിലും കയറി കളിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, ഇത്തരം ആപ്പുകളിൽ നിന്ന് മാറി നിൽക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷേ ഇവിടെ പറയുന്നത് പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നത്, നമ്മുടെ ഔറത്ത് പ്രകടിപ്പിക്കുന്നത് ഏത് രീതിയിലാണ് നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയുക? ഔറത്ത് വെളിവാക്കിയതിന്റെ പേരിൽ ആദം നബി അലൈഹിസ്സലാമിനെ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹു തആല ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് ഔറത്ത് വെളിവാക്കിയതിന്റെ പേരിൽ. എന്നാൽ ജീവിതമാസകലം ഔറത്ത് വെളിവാക്കി പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് പിടിച്ചോ, കണ്ടോ, നോക്കിക്കോ, ആസ്വദിച്ചോ. എന്റെ സൗന്ദര്യം, എന്റെ കഴിവ്, എന്റെ ചുണ്ടുകൾ, എന്റെ കൺപീലികൾ, എന്റെ നെറ്റിത്തടങ്ങൾ, എന്റെ കവളുകൾ, എന്റെ ശരീരത്തിന്റെ ഓരോ ആകൃതിയും ഇന്ന് ആസ്വദിച്ചോ എന്ന് പറഞ്ഞ് പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിയുന്നത് അപകടങ്ങൾ വിളിച്ചു വരുത്താൻ കാരണമാകുമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുകയാണ് സാന്ദർഭികമായി. ബനു ഇസ്രായേലുകാര് തകർന്നത് അവരുടെ സമുദായത്തിലെ സഹോദരിമാർ കാരണത്താലാണ്. ബനു ഇസ്രായേലുകാര് തകർന്നത് അവരുടെ സമുദായത്തിലെ സ്ത്രീകൾ കാരണത്താലാണ്. فإن أول فتنة كانت في بني إسرائيل ബനു ഇസ്രായേലിൽ ആദ്യമായി ഉണ്ടായ ഫിത്ന പെണ്ണ് കാരണത്താലാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണ് കാരണത്താലാണ് ബനു ഇസ്രായേലുകാർ നശിക്കാൻ കാരണം. അല്ലാഹു ഒരുപാട് നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട് ബനു ഇസ്രായേലുകാർക്ക്. പക്ഷേ അവിടുത്തെ സ്ത്രീകൾ അഴിഞ്ഞാടിയപ്പോൾ ആ സമുദായത്തെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എങ്ങനെയാണ് അവർ അഴിഞ്ഞാടിയത്? അവരിൽ ചില ആളുകൾ ഹീൽഡ് ചെരുപ്പ് ധരിച്ച് പുറത്തിറങ്ങി എന്നുള്ളതാണ്. നീളമില്ലാത്ത പെൺകുട്ടികളൊക്കെ പൊതുജനങ്ങളെ വശീകരിക്കാൻ വേണ്ടി ഹീൽഡ് ചെരുപ്പിട്ട് പുറത്തിറങ്ങുക. അന്നുള്ളതല്ല, ഇന്നുമുണ്ടതൊക്കെ. എന്തിനേറെ മോതിരം ധരിക്കുമ്പോൾ വരെ അവിടുത്തെ സ്ത്രീകളുടെ ലക്ഷ്യം എന്താണ്? ഈ മോതിരം ധരിക്കുന്നതിൽ വരെ സ്ത്രീകളുടെ ലക്ഷ്യം ഈ മോതിരത്തിന്റെ താഴ്ഭാഗത്ത് നല്ല സുഗന്ധമുള്ള മിസ്ക് അവർ പുരട്ടാറുണ്ടായിരുന്നു. നല്ല സുഗന്ധമുള്ള പെർഫ്യൂമുകൾ, മിസ്കുകൾ, കസ്തൂരി. എന്നിട്ട് അവരെന്ത് ചെയ്യും? പൊതുജനങ്ങളുള്ള സമയങ്ങളിൽ, ആളുകൾ ഒരുമിച്ച് കൂടിയ സ്ഥലങ്ങളിൽ ഈ മോതിരം അവർ ഇളക്കാറുണ്ടായിരുന്നു. അപ്പോ അതിന്റെ അകത്തലങ്ങളിൽ നിന്ന് പരന്നു വരുന്ന സുഗന്ധം ജനങ്ങളുടെ മൂക്കിലേക്കെത്തും. ആളുകൾ നോക്കും, ആരാണിത്, എവിടെയാണിത്, ഈ സുഗന്ധം എവിടെ? അപ്പൊ ഈ പെണ്ണിനെ കാണും, പെണ്ണിന്റെ പിന്നാലെ പോകും. ഈ രീതിയിൽ ബനു ഇസ്രായേലുകാര് പഴയ കാലത്ത് അന്നത്തെ അപ്ഡേഷനാണത്. അന്ന് ജനങ്ങളെ വശീകരിക്കാനുള്ള വഴിയാണിത്. ഇന്നത്തെ വശീകരിക്കുന്ന വഴിയാണ് ടിക്ടോക്ക് എന്ന് പറയുന്നത്. ഇന്നിപ്പോ പെൺകുട്ടികൾ മോതിരത്തിന്റെ താഴെ ഇട്ടിട്ട് മിസ്കും പെർഫ്യൂമും കൂൾ വാട്ടറൊക്കെ അടിച്ചു പോയാൽ ഒരു കുഞ്ഞുമോന് നോക്കൂല. കാരണം എല്ലാരും കൂൾ വാട്ടർ അടിക്കുന്നതാണ്. അന്നത്തെ സൗകര്യങ്ങളായിരുന്നു, അത് വെച്ച് അവർ ചെയ്തു. ഇന്നത്തെ സൗകര്യം വെച്ച് നമ്മൾ ചെയ്യുന്നു. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഹജ്ജിന്റെ സമയത്ത് മിമ്പറിന്റെ മുകളിൽ കയറി ഒരു കെട്ടുമുടിയുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കെട്ടുമുടിയുണ്ട്. എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന ആലിമീങ്ങളുടെ മുഖം നോക്കി ചോദിച്ചു, എന്തേ നിങ്ങൾ മിണ്ടാത്തത്, എന്തേ നിങ്ങൾ പ്രതികരിക്കാത്തത്? ഈ മുടിക്കെട്ടുകൾ അല്ലാഹുവിന്റെ ഹബീബ് നിരോധിച്ചതല്ലയോ? ചെറിയ മുടികളുള്ള പെൺകുട്ടികൾ, നല്ല അയൺ ചെയ്ത മുടികൾ, വെപ്പ് മുടികൾ തന്റെ തലയിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ വശീകരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതേപോലെ പാദസരങ്ങളിൽ ശബ്ദമുണ്ടാക്കുന്ന പാദസരങ്ങൾ ധരിച്ച് ആളുകളുള്ള വഴിയിലൂടെ വെച്ച് നടന്നു പോകുന്ന പെൺകുട്ടികൾ. ഇതെല്ലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലത്ത്, ബനു ഇസ്രായേലുകാരുടെ കാലത്ത് മറ്റുള്ളവരെ വശീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ച മീഡിയകളാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ടിക്ടോക്കാണ്, മ്യൂസിക്കലിയാണ്, ഇൻസ്റ്റയാണ്, ഫേസ്ബുക്കാണ്, വാട്സപ്പാണ്. തന്റെ മനോഹരമായ ഫോട്ടോകൾ ഇന്ന് കണ്ടോളൂ, പിടിച്ചോളൂ, നോക്കിക്കോളൂ.
തന്റെ മനോഹരമായ വീഡിയോകൾ ചുണ്ടുകൾ ചുവപ്പിച്ച് മുഖം വെളുപ്പിച്ച് തന്റെ ഹിജാബ് കൂർപ്പിച്ച് ജനങ്ങളിലേക്ക് അയച്ചു കൊടുക്കാൻ, ആസ്വദിക്കാനും വേണ്ടുവോളം നോക്കാനും വേണ്ടി. ഇത് തന്നെയല്ലേ ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത്? ഇത് തന്നെയല്ലേ ജനങ്ങളെ ആകർഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ? അത് കാരണത്താൽ ബനൂ ഇസ്രായേലുകാർ നശിച്ചുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരോട് പറയാനുള്ളത്, നമ്മുടെ സമുദായം തകർന്ന് തരിപ്പണമാകും. പരാജയത്തിന്റെ കയ്പുനീര് കുടിക്കേണ്ടി വരും നമ്മുടെ സമുദായം. ഈ ഒരു ആഭാസം നിരന്തരമായി തുടരുകയാണെങ്കിൽ, ഈ ഒരു ആഭാസം തുടർന്നാൽ പരാജയത്തിന് ഇനി കാത്തിരിക്കാനില്ല, പരാജയത്തിന് കാത്തിരിക്കാനില്ല. ഹബീബിന്റെ കാലത്ത് തന്നെ യജൂജ് മഅജൂജിന്റെ വൻമതിലുകൾക്ക് വിള്ളൽ വീണിട്ടുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ കാലത്ത് യജൂജ് മഅജൂജിന്റെ വൻമതിലുകൾക്ക് വിള്ളൽ വീണിട്ടുണ്ട് എന്നാണ്. എന്നാൽ ആ വിള്ളലുകൾക്ക് വലിപ്പം കൂടി ഇതാ നമ്മൾ നശിക്കാൻ പോവുകയാണ്, തകരാൻ പോവുകയാണ്, പരാജയത്തിന്റെ കൈപ്പുനീര് കുടിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, ഇത്തരം മീഡിയകളിൽ നിന്ന് മാറി നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഹലാലായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നിങ്ങളാണ് ആലോചിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ വീഡിയോകളും നമ്മുടെ ഫോട്ടോകളും നമ്മുടെ ഫാമിലി സർക്കിളിന്റെ അകത്ത് തന്നെ ആയിക്കോട്ടെ, പുറം ലോകത്തേക്ക് വേണ്ട, പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് വേണ്ട. നിന്റെ ആങ്ങളമാർ, നിന്റെ ഭർത്താക്കന്മാര്, നിന്റെ മക്കള്, നിന്റെ വീട്ടുകാര് കണ്ടോട്ടെ, കുഴപ്പമില്ല. നിന്റെ അഭിനയം, നിന്റെ സൗന്ദര്യം, നിന്റെ ശരീരം, നിന്റെ വസ്ത്രം, നിന്റെ എല്ലാ അക്ഷരങ്ങളും നിന്റെ വീട്ടുകാര് കണ്ടോട്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കുന്നത്, അന്യപുരുഷന്മാരുടെ മുമ്പിലേക്ക് നീ പബ്ലിഷ് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. മുസ്ലിം സമുദായത്തിന് തെറ്റാണ്. ഇനി ലിബറലിസം തലക്ക് പിടിച്ച ആളുകൾ, സോഷ്യലിസം തലക്ക് പിടിച്ച ആളുകൾ, യുക്തിവാദം തലക്ക് പിടിച്ച ആളുകൾ, ഫെമിനിസം തലക്ക് പിടിച്ച ആളുകൾ, നിങ്ങൾക്ക് സുഖമില്ലേ എന്ന് ചോദിച്ചാൽ പറയാനുള്ളത് ഇത് എന്റെ അഭിപ്രായമല്ല, മുസ്ലിമീങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ തീരുമാനമാണ്. നമ്മുടെ സ്വയം തീരുമാനമല്ല നമ്മൾ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അംഗീകരിക്കേണ്ടവർക്ക് അംഗീകരിക്കാം, അല്ലാത്തവർക്ക് തള്ളിക്കളയാം. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം. ഞങ്ങളത് പറയും. മുസ്ലിമീങ്ങളായ കാലത്തോളം ഞങ്ങളത് പറയും, പറഞ്ഞുകൊണ്ടേയിരിക്കും. നന്നാവേണ്ടവർക്ക് നന്നാവാം, അല്ലാത്തവർക്ക് ഒഴിവാവാം. ഈ അടുത്ത് എ റഹ്മാന്റെ ഒരു മകളുടെ ഫോട്ടോ ഫേസ്ബുക്കിലൊക്കെ ഒരു പ്രാകൃത വേഷം എന്ന രീതിയിൽ പലരും ഷെയർ ചെയ്യുകയുണ്ടായി. എ റഹ്മാന്റെ എന്തോ ഒരു അവാർഡ് വേളയിൽ അദ്ദേഹത്തിന്റെ മകൾ പർദ്ദ ധരിച്ചു, മുഖം മറച്ചു, എന്നിട്ട് മുഖവും മുഖയും ഒന്നും കാണാതെ ഏതോ ഒരു അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി വന്ന ഒരു ഫോട്ടോ. അദ്ദേഹത്തിനെതിരെ പലരും കുതിര കയറി. നിങ്ങൾ ഇങ്ങനെയാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല, ഇത്രത്തോളം അപരിഷ്കൃതനാകുമെന്ന് വിചാരിച്ചില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മറ്റൊരു മകളുടെയും ഫോട്ടോ അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടിട്ട് പറഞ്ഞു, അതവളുടെ ഇഷ്ടമാണ്, ഞാൻ അവളെ തടയാൻ പോയില്ല. എന്റെ ഒരു ഭാര്യ തലമറക്കാതെ ജീവിക്കുന്നുണ്ട്, എന്റെ ഒരു മകളും തലമറക്കാതെ ജീവിക്കുന്നുണ്ട്, ഞാൻ അവളെയും തടഞ്ഞില്ല. ഇപ്പുറത്തൊരു പെണ്ണ് പർദ്ദ ധരിച്ച്, മുഖം ധരിച്ച്, കയ്യൊറ ധരിച്ച് ജീവിക്കുന്നുണ്ട്, അവളെയും ഞാൻ തടഞ്ഞില്ല. എന്നാൽ യുക്തിവാദികൾക്ക് എന്താ വേണ്ടത്? തലമറക്കാതെ ശരീരത്തിന്റെ ഔറത്ത് മറച്ച ആളുകളെ ഒരു പിതാവ് തടയുന്നത് അവർക്ക് ഇഷ്ടമല്ല. ഏതെങ്കിലും ഒരു പെണ്ണ് തലമറക്കാതെ ഔറത്ത് മറക്കാതെ പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങുകയും അതിന്റെ പേരിൽ പിതാവ് ശകാരിക്കുകയും ചെയ്താൽ കുതിര കയറാൻ ഇവിടെ യുക്തിവാദികൾ വരും. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും തലമറക്കാത്തതിൽ അവർക്ക് യാതൊരു കുഴപ്പമില്ല, മുഖം മറക്കാത്തതിൽ കുഴപ്പമില്ല, ശരീരത്തിന്റെ അവയവങ്ങൾ മറക്കാത്തതിൽ അവർക്ക് കുഴപ്പമില്ല. അവരുടെ കുഴപ്പം ഒരു പെണ്ണ് അവളുടെ സന്തുഷ്ടപ്രകാരം, അവളുടെ സ്വയം ആഗ്രഹപ്രകാരം ശരീരം മുഴുവനും മറച്ചാൽ യുക്തിവാദികളെ നിങ്ങൾക്കെന്ത്, ഫെമിനിസ്റ്റുകളെ നിങ്ങൾക്കെന്ത്?
ലിബറലിസം തലക്ക് പിടിച്ച നിരീശ്വരവാദികളെ നിങ്ങൾക്കെന്തേ? ഓരോ ആളുകൾ ഇഷ്ടമല്ലേ? ഓരോ ആളുകൾ വേഷം ധരിക്കുന്നത്, ഓരോ ആളുകൾ വസ്ത്രം ധരിക്കുന്നത്, ഓരോ ആളുകളുടെ ഇഷ്ടമല്ലേ? ചുറിയാൻ വരരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ധരിക്കാം, നമ്മൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ധരിക്കുന്നത്ര മാത്രം. അത് തന്നെയാണ് വാലിലും ഒരാളെയും ഇവിടെ നിർബന്ധിക്കാൻ പോകുന്നില്ല. നിങ്ങൾ അത് തന്നെ ധരിക്കണം, അത് തന്നെ ചെയ്യണം. ഒരാൾക്കും ഇവിടെ നിർബന്ധമില്ല. വേണ്ടവർക്ക് കേൾക്കാം, അല്ലാത്തവർക്ക് തള്ളാം. അതാണ് നമ്മുടെ വാലിന്റെ ഉദ്ദേശം. ഇവിടുത്തെ വാലുകൾ വേണ്ടവർക്ക് കൊള്ളാം, അല്ലാത്തവർക്ക് തള്ളാം. വേണ്ടവർക്ക് ഉൾക്കൊള്ളാം, അല്ലാത്തവർക്ക് അവഗണിക്കാം. ഒരാളെയും നിർബന്ധിപ്പിച്ചത് ചെയ്യണമെന്ന് ഇസ്ലാം എവിടെയും പറയുന്നില്ല. ദീനിൽ അടിച്ചേൽപ്പിക്കുന്ന സമ്പ്രദായമേ ഇല്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരൽപ്പമെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട്, ചെറുപ്പക്കാരികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ യഥാർത്ഥ മുസ്ലിമാണെങ്കിൽ, അള്ളാഹുവിനെ പേടിയുള്ള ഒരു സത്യവിശ്വാസിനിയാണെങ്കിൽ നിങ്ങളോടാണ് പറയുന്നത്. കാരണം നിന്റെ സൃഷ്ടാവ് അള്ളാഹുവാണ്, നിന്റെ ദൈവം അള്ളാഹുവാണ്, നിന്നെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അപ്പൊ നിന്റെ തീരുമാനം പറയേണ്ടത് നീ എന്ത് ധരിക്കണം, നീ എങ്ങനെ ജീവിക്കണം, നീ എന്ത് തിന്നണം എന്ന് പറയേണ്ടത് അള്ളാഹുവാണ്. ഈ മൈക്കിന്റെ പ്രൊഡ്യൂസറാണ്, ഇതിന്റെ സൃഷ്ടാവാണ്. ഇതെങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയേണ്ടത്, എത്ര വാട്ട്സ് വേണം, ഇതിന്റെ ആംപ്ലിഫയർ എങ്ങനെ വേണം, ഇതിന്റെ എങ്ങനെ വേണം, എല്ലാം പറയേണ്ടത്. ഇത് എത്ര കാലം ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യണം, ഇതെല്ലാം പറയേണ്ടത് ഇതിന്റെ നിർമ്മാതാവാണ്, മൊബൈൽ ഫോണിന്റെ നിർമ്മാതാക്കളാണ്. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയേണ്ടത്, വെള്ളത്തിലിടണോ ഇടേണ്ടേ എന്ന് പറയേണ്ടത്, വെള്ളത്തിലിടാൻ പറ്റുമോ ഇല്ലേ എന്ന് പറയേണ്ടത് ഇതിന്റെ നിർമ്മാതാക്കളാണ്. എല്ലാ നിർമ്മാതാക്കൾക്കും അവരവരുടെ സ്വാതന്ത്ര്യം നൽകിയപ്പോ എന്റെ സർവ്വലോക സൃഷ്ടാവായ അള്ളാഹുവിന്റെ സൃഷ്ടികളെന്ന് വിശ്വസിക്കുന്ന മുസ്ലിം സമുദായത്തിലെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു പറഞ്ഞത്, അവരുടെ സൃഷ്ടാവ് പറഞ്ഞത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സമ്മതം നൽകാൻ കഴിയാതെ വന്നുപോയത് എന്തേ നിങ്ങൾക്ക് ചൊറിച്ചിൽ വരുന്നത്? അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ പേടിയുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പമില്ല, ദീനിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇത്തരം ആഭാസങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. നമ്മുടെ ഔറത്ത്, നമ്മുടെ സൗന്ദര്യം അത് നമ്മുടെ ഭർത്താവിനെ നമ്മുടെ വീട്ടുകാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ളതാണ്. അല്ലാതെ പൊതുജനങ്ങളുടെ മുമ്പിൽ ഔറത്ത് വെളിവാക്കി നടക്കുന്നത് ഏത് യുക്തിവാദിക്കാണ് അതൊരു രസകരമാക്കി തോന്നിയത്? ചില ആളുകൾക്ക് ഇത് രസകരമായി തോന്നും. മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില ആളുകൾക്ക് തന്നെ അത് രസകരമായിട്ട് തോന്നും. എല്ലാവർക്കും അല്ല, മുസ്ലിമീങ്ങൾക്ക് വരെ ചില ആളുകൾ. എന്തിനേറെ പറയണം, ചില ആരോപണങ്ങൾ കടന്നു വരുമ്പോൾ വരെ, ചില ആരോപണങ്ങൾ കടന്നു വരുമ്പോൾ വരെ ആഘോഷിക്കുന്ന ആളുകളുണ്ട്, ആഘോഷിക്കുന്നവർ. എന്തിനാണ് ആരോപണങ്ങളിൽ നമ്മൾ ആഘോഷിക്കുന്നത്? ആരോപണങ്ങൾ എന്തിനാണ് നമ്മൾ പരസ്യപ്പെടുത്തുന്നത്? അള്ളാഹുവിന് തിന്മയെ ഒരിക്കലും പരസ്യപ്പെടുത്തുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല. തിന്മകളെ പരസ്യപ്പെടുത്തുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആര് തിന്മ ചെയ്താലും അത് പരസ്യപ്പെടുത്താൻ പാടില്ല എന്നാണ്. ഞാൻ ചെയ്താൽ ഞാനത് മറ്റൊരാളോട് പറയാൻ പാടില്ല, നിങ്ങൾ ചെയ്താൽ ഞാനും അത് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഞാൻ ചെയ്തത് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യപ്പെടുത്തരുത്, നിങ്ങൾ ചെയ്തത് ഞാനും പരസ്യപ്പെടുത്തരുത്. ഇനി സ്വന്തമായി ഒരു തെറ്റ് ചെയ്തിട്ട് അതും മറ്റൊരാളോട് പറയാൻ പാടില്ല. തിന്മകളെ വളരെ രഹസ്യമാക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂ, തിന്മകൾ നിങ്ങൾ ഒരിക്കലും പരസ്യമാക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. പറഞ്ഞു വരുന്ന വിഷയം, ഫിത്നകൾ ഒന്നിന് പിറകെ ഒന്നായി നമ്മളിലേക്ക് കടന്നു വരും. ഇതൊക്കെ ഒരു രസകരമായി ഒരാൾക്ക് തോന്നിയാൽ, ഇതൊക്കെ രസകരമായി ഒരാൾക്ക് തോന്നിയാൽ എന്തെന്നില്ലാത്ത രസമാണ്. രാവിലെ ഇരുന്നാൽ ടിക്ടോക്ക് 1.5 GB തീരുമ്പോഴാണ് പല ആളുകൾക്കും അറിയുന്നത്. പല ആളുകൾ അംബാനിയുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. 1.5 GB തീർക്കാതെ ഞാൻ ഉറങ്ങൂല എന്ന് വാശി പിടിക്കുന്ന ചെറുപ്പക്കാർ വരെയുണ്ട്. തീർത്താൽ എന്താ? അംബാനിക്ക് ലാഭമുണ്ടാകും. ഒരു MB ബാക്കി വെച്ചാൽ അംബാനിക്ക് ലാഭം ഉണ്ടാകും. അതുകൊണ്ട് ആ ഒരു MB കൂടി ഞാൻ തീർത്തിട്ട് കിടന്നുറങ്ങട്ടെ.
ഇതുവരെ ചിന്തിക്കുന്ന ചെറുപ്പക്കാരുണ്ട് അംബാനിയോട് ഫൈറ്റ് ചെയ്യാൻ. വലിയ ബിസിനസ്സുകാരല്ലേ, 1.5 GB പിടിച്ചിട്ട് ഫൈറ്റ് ചെയ്യാൻ തീരാൻ വേണ്ടിയിട്ട് അംബാനിയോട്. ആ സമയം വേറെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ നിന്നോട് ഫൈറ്റ് ചെയ്യാൻ വേറെ ആരെങ്കിലും വരുമായിരുന്നു. നിന്റെ ബിസിനസ്, നിന്റെ കഴിവ് കണ്ടിട്ട്, നിന്റെ വളർച്ച കണ്ടിട്ട് എന്തിനാണ് വെറുതെ സമയം കളയുന്നത്? ഞാൻ തമാശ പറഞ്ഞതല്ല, ഇത് ഞാൻ തമാശ പറഞ്ഞതല്ല, ഒരാൾ എന്നോട് പറഞ്ഞതാണ്. ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ വെറുതെ സമയം കളയുന്നത്? പറഞ്ഞു, ഇത് രാത്രി 12 മണിക്ക് മുമ്പ് എനിക്ക് 1.5 GB തീർക്കണം. ഫർള് കിഫയാണിത്. തീർത്തില്ലെങ്കിൽ ഉറക്കം വരൂല, തീർക്കണം 1.5 GB. ആയിക്കോട്ടെ. ഇതൊക്കെ രസകരമായ ഒരാൾക്ക് തോന്നുകയാണെങ്കിൽ അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു കറുത്ത പുള്ളികൾ ഇട്ട് കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മനുഷ്യന്റെ ഹൃദയങ്ങളിൽ അല്ലാഹു കറുത്ത പുള്ളി ഇട്ട് കൊടുക്കുമെന്നാണ്. ഓരോ ചിന്മകൾ ചെയ്യുന്നതിനനുസരിച്ച് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ അല്ലാഹു കറുത്ത പുള്ളികൾ ഇട്ട് കൊടുക്കുമെന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചില അമലുകൾ അല്ലാഹു വെളിച്ചമാക്കി മാറ്റും. ചില അമലുകൾ കൊണ്ട് അല്ലാഹു തആല നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്ന ഹൃദയമാക്കും. എന്നാൽ മറ്റു ചില അമലുകൾ കൊണ്ട് അല്ലാഹു നമ്മുടെ ഹൃദയത്തെ കറുത്ത പാറ പോലെ കറുകറുത്ത ഹൃദയമാക്കി മാറ്റും. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കട്ടെ, വെളിച്ചമാക്കട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ മുഖങ്ങളെയും അല്ലാഹു പ്രകാശിപ്പിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. ഓരോ ആളുകൾ തെറ്റു ചെയ്യുന്നതിനനുസരിച്ച് അല്ലാഹു തആല തിന്മകളോട് താല്പര്യം തോന്നുകയാണെങ്കിൽ, തിന്മയോടെന്തെന്നില്ലാത്ത താല്പര്യം തോന്നുകയാണെങ്കിൽ അല്ലാഹു അവരുടെ ഹൃദയങ്ങളിലേക്ക് കറുത്ത പുള്ളികൾ ഇട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇൻസ്റ്റാഗ്രാം എന്ന് പറയും എന്തോ ഒരു രസമാണത്. ടിക്ടോക്ക് എന്ന് പറയുമ്പോ അതും വല്ലാത്ത രസമാണ്. മ്യൂസിക്കലി അതും വല്ലാത്ത രസമാണ്. അങ്ങനെ നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ അതിന്റെ മുമ്പിൽ ചെലവഴിക്കുന്നവരായി നമ്മൾ മാറുകയാണെങ്കിൽ അതൊരു രസകരമായ ഇബാദത്തിനേക്കാളും നിസ്കാരങ്ങളെക്കാളും ഖുർആനിനേക്കാളും ദിക്റിനേക്കാളും പ്രധാനം ഇത്തരം സോഷ്യൽ സൈറ്റുകളോട് നമ്മൾക്ക് തോന്നിയാൽ അത് അപകടമാണ്, ഹൃദയം കറുത്തു പോകാൻ കാരണമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നാൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് വേണ്ട, ഇതെന്റെ സമയം നഷ്ടപ്പെടുത്തുന്നുവല്ലോ, എന്റെ കണ്ണുകളെ ഹറാമിലേക്ക് കൊണ്ടുപോകുന്നല്ലോ, എന്റെ ഹൃദയങ്ങളിൽ ലൈംഗിക ചിന്തകൾ, വ്യഭിചാരത്തിന്റെ ചിന്തകൾ, ഓരോ പെൺകുട്ടികളെ കാണുമ്പോ ഓരോ വസ്ത്രം ധരിച്ചത് ധരിക്കാത്തത്, അങ്ങനെ ഓരോ പെൺകുട്ടികളുടെ വീഡിയോകളും ഫോട്ടോകളും കാണുമ്പോ എന്റെ ഹൃദയത്തിലേക്ക് വ്യഭിചാരത്തിന്റെ ചിന്തകൾ ഇത്തരം ആപ്പുകൾ തരുന്നുണ്ട് എന്നൊരാൾക്ക് തോന്നി. ഇതിനെ ഒരാൾ മാറ്റി നിർത്തുകയാണെങ്കിൽ അല്ലാഹു തആല അവരുടെ ഹൃദയങ്ങളിൽ വെളുത്ത പ്രകാശം ഒരു നൂറിട്ട് തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവരുടെ ഹൃദയങ്ങൾ അല്ലാഹു പ്രകാശിപ്പിക്കുമെന്നാണ്. ഏതുപോലെ രണ്ട് ഹൃദയങ്ങളായി മാറും. രണ്ട് ഹൃദയങ്ങൾ, രണ്ട് ചിന്തകൾ, രണ്ട് ഹൃദയങ്ങളായി മാറുമെന്നാണ്. ഒന്ന് നല്ല പർവ്വതം, മനോഹരമായ സംശുദ്ധമായ സ്ഫടികം പോലെ, കളങ്കമില്ലാത്ത സ്ഫടികം പോലെ വെളിച്ചമുള്ള ഹൃദയമായി ഒരാളുടെ ശരീരം മാറുമെന്നാണ്. ആകാശഭൂമി ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം, ആകാശഭൂമി ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഒരു ഫിത്നയും ആ ഹൃദയത്തെ ബാധിക്കൂല, ഒരു ഷർറും ആ ഹൃദയത്തെ ബാധിക്കൂല. ആ ഹൃദയങ്ങൾ ചിന്മയിലേക്ക് പോകൂല. അഥവാ എന്തെങ്കിലും ഇവിടെ സമയം നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ ഇബാദത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന, അല്ലാഹുവിൽ നിന്ന് അകറ്റി നിർത്തുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനം നമ്മളിൽ ഉണ്ടായാൽ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോ അത് വേണ്ട എന്ന് ചിന്തിച്ച് മാറി നിൽക്കാൻ കരുത്തു നൽകുന്ന ഹൃദയമാണെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ ഹൃദയങ്ങളെ വഴിപിഴപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. എന്നാൽ എന്ത് കിട്ടിയാലും രസകരമാണ്, എല്ലാം ഒരു ടൈം പാസ് ആണ്, എല്ലാം ഒരു എന്റർടൈൻമെന്റ് ആണ്. അതിന്റെ സുഖങ്ങളിൽ, അതിന്റെ രസങ്ങളിൽ, അതിന്റെ എന്റർടൈൻമെന്റിൽ നമ്മൾ മുഴുകിയാൽ അല്ലാഹു പറയുന്നുണ്ട്, കറുകറുത്ത പാറ പോലെ അല്ലാഹു അവരുടെ ഹൃദയങ്ങളെ കറുപ്പിച്ച് കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.
ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറാ. അവർക്ക് നന്മ ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല, തിന്മ ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് രണ്ട് ഹൃദയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്ന് വെളിച്ചമുള്ള ഹൃദയം, രണ്ട് കറുകറുത്ത ഹൃദയം. എവിടെയാണ് നമ്മൾ ഉൾപ്പെടേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ ഹൃദയം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ ജനങ്ങളെ, നിങ്ങൾ സത്യവിശ്വാസികളെ, നിങ്ങൾ തഖ്വയുള്ളവരാകണം. വആമിനൂ ബിറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം. എന്നാൽ യുഅതികും കിഫ്ലൈനി മിർ റഹ്മതി, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അല്ലാഹു തആല രണ്ട് ഇരട്ടി, അല്ലാഹു തആല രണ്ട് റഹ്മത്ത് നിങ്ങൾക്ക് അല്ലാഹു നൽകുമെന്നാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് രണ്ട് കാരുണ്യം അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്നാണ്. രണ്ട് ഓഹരി അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്നാണ്. അത് മാത്രമാണോ, വയജഅൽ ലക്കും നൂറൻ തംശൂന ബിഹി, നിങ്ങൾക്ക് നടക്കാനുള്ള വഴി, നടക്കാനുള്ള വെളിച്ചം ഈ ഒരു അമല് കൊണ്ട് അല്ലാഹു നൽകുമെന്നാണ്. ആ ഒരു വിശ്വാസം കൊണ്ട്, ആ ഒരു തത്വ കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് പ്രകാശം നൽകും. ആ പ്രകാശം കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. മറ്റൊരായത്ത് കാണാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യസ്ആ നൂറുഹും يوم ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم يوم ترى المؤمنين والمؤمنات, സത്യവിശ്വാസികളെയും വിശ്വാസിനികളെയും മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും കാണുന്ന സന്ദർഭമെന്ന് ഓർത്തു നോക്ക് നിങ്ങൾ. നാളെ മഹ്ശറാ ലോകത്ത് പോയാൽ മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് കാണാൻ കഴിയും, മുഅ്മിനാത്തുകളെയും നിങ്ങൾക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് അവരെ കാണുന്നത്? യസ്ആ നൂറുഹും ബൈന ഐദീഹിം, അവരുടെ മുന്നിലൂടെ പ്രകാശം ഇങ്ങനെ പരന്നു പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഒരാൾ അവിടേക്ക് വരുമ്പോൾ അവിടെയുണ്ട് വെളിച്ചം, അവിടെയുണ്ട് പ്രകാശം. അവിടെ പോയാൽ അവിടെയും പ്രകാശമാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടില്ലയോ, എന്റെ വീട്ടിലൊരു സൂചി വീണാൽ ഹബീബിന്റെ നെറ്റിത്തടത്തിലെ പ്രകാശം കൊണ്ടതെടുക്കാൻ കഴിയുമെന്ന്. ഹബീബിന്റെ നെറ്റിത്തടത്തിലെ പ്രകാശം, ചില ആലിമീങ്ങളുടെ മുഖത്തുണ്ടാകുന്ന പ്രകാശം, അതെന്തെന്നില്ലാത്ത വെളിച്ചമാണ്, എന്തെന്നില്ലാത്ത പ്രകാശമാണ്. ആ പ്രകാശം ലഭിക്കുന്നത് അവര് ചെയ്യുന്ന ചില അമലുകൾ കൊണ്ടാണ്. അതേ ഒരു പ്രകാശം ഇൻഷാ അല്ലാഹ് നമ്മുടെ മുഖത്തിനും ഇൻഷാ അല്ലാഹ് കിട്ടും. നമ്മൾ ഇതുപോലെയുള്ള ചില അമലുകൾ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു പറയുന്നത് യസ്ആനൂറുഹും ബൈന ഐദീഹിം, അവരുടെ മുമ്പിലൂടെ ഒരാൾ നടന്നു പോകുമ്പോൾ അവരുടെ മുമ്പിലൂടെ എന്തെന്നില്ലാത്ത വെളിച്ചമുണ്ട്. വബിഐമാനിഹിം, അവരുടെ വലതുഭാഗത്തിലൂടെയും പ്രകാശം ഇങ്ങനെ പോകുന്നുണ്ട്. ബുശ്റാക്കും, നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. ബുശ്റാക്കും, നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട്. എന്താണ് സന്തോഷ വാർത്ത? ബുശ്റാക്കുമുൽ യൗം, ഇന്ന് നിങ്ങൾക്ക് നൽകാനുള്ള സന്തോഷ വാർത്ത, ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, നിങ്ങളുടെ കാൽ കീഴിലൂടെ മനോഹരമായ നദികൾ ഒഴുകുന്ന സ്വർഗ്ഗം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. ദാലിക ഹുവൽ ഫൗസുൽ അമീം, അതെന്തെന്നില്ലാത്ത വിജയമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ എങ്ങനെയാണ് ഈ പ്രകാശം നമ്മൾക്ക് ലഭിക്കുക? ഈ പ്രകാശം ലഭിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യുഅതൗന നൂറഹും അലാ ഖദ്രി അഅമാലിഹിം, ഓരോ ആളുകൾ അവരവരുടെ അമലുകൾ വെച്ചിട്ടാണ് അല്ലാഹു പ്രകാശം നൽകുന്നത്. അപ്പോൾ ഞാൻ എന്റെ അമലിനനുസരിച്ചാണ് എനിക്ക് പ്രകാശം ഉണ്ടാവുക, നിങ്ങൾക്കോ നിങ്ങളുടെ അമലുകൾ അനുസരിച്ചാണ് പ്രകാശം ഉണ്ടാവുക. ചില ആളുകൾ കടന്നു വരുമ്പോ മിസ്ലൽ ജബൽ വലിയ പർവ്വതം കണക്കെ, വലിയ പർവ്വതം കണക്കെ അയാൾ കടന്നു വരുമ്പോൾ പർവ്വതം കണക്കെ വലിയ പ്രകാശം അവരുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത് കാണാൻ സാധിക്കുമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്നാൽ ചില ആളുകൾ ചില ആളുകൾ നടന്നു വരുമ്പോ പർവ്വതങ്ങൾ അത്ര വലുപ്പമില്ല, ഒരൽപ്പം മാത്രമേ ഉള്ളൂ. അഥവാ അമല് ചെയ്തിട്ടുണ്ട്
ചെയ്യാനുണ്ടോ, ഈ പറയാൻ പോകുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ, അതിനനുസരിച്ചാണ് നമ്മുടെ അമലുകൾക്കനുസരിച്ചാണ് നമ്മുടെ പ്രകാശം വർദ്ധിക്കുന്നതും കുറയുന്നതും. അതുകൊണ്ട് പർവ്വതം കണക്കെ അല്ലാഹുവിന്റെ കോടതിയിൽ പ്രകാശിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവ്വലു സുംറത്തിൻ തദ്ഖുലുൽ ജന്ന, നാളെ സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്ന ആദ്യത്തെ വിഭാഗം, ആദ്യമായി സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്ന വിഭാഗം അവരെങ്ങനെയാണ് കടന്നു പോകുന്നത്? അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദ്രി, എങ്ങനെയാണോ 14-ാം രാവിന്റെ ചന്ദ്രനുള്ളത്, 14-ാം രാവിലെ ചന്ദ്രൻ എങ്ങനെയാണോ അതുപോലെയാണ്. 14-ാം രാവിന്റെ ചന്ദ്രനെ കുറിച്ച് നമ്മൾ പാട്ടുപാടും. 14-ാം രാവിലെ പൗർണമി പോലെ എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ സൗന്ദര്യത്തെ പ്രതീകമാക്കി നമ്മൾ പാട്ടുപാടാറുണ്ട്. എന്നാൽ സ്വർഗീയ ലോകത്തേക്ക് കടന്നു പോകുന്ന ആദ്യത്തെ വിഭാഗം അവരുടെ മുഖങ്ങൾ 14-ാം രാവിന്റെ ചന്ദ്രനെ പോലെയായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തആല നമ്മെ അവരിൽ പെടുത്തുമാറാവട്ടെ. പിന്നെയോ വല്ലദീന അലാ ആഥാരിഹിം കഅഹ്സനി കൗകബിൻ ദുദ്ദീൻ, അതിനുശേഷമുള്ള ആളുകൾ നല്ല പ്രകാശിക്കുന്ന മുത്തുകൾ പോലെയാണെന്നും അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആദ്യത്തെ വിഭാഗം ചന്ദ്രനെ പോലെ, പിന്നെ ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രങ്ങളെ പോലെയാണ് നാളെ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നത്. പക്ഷേ അവർക്കൊരു പ്രത്യേകതയുണ്ട്. അവർക്കുള്ള പ്രത്യേകത ഖുലൂബുഹും അലാ ഖൽബി റജുലിൻ വാഹിദ്, എല്ലാവരും ഒരൊറ്റ ഒരു മനസ്സാണ്. പറയുന്നു സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന വിഭാഗം ഒരൊറ്റ ഒരു മനസ്സാണ്. ഏതാണ് ആ മനസ്സ്? ഏതാ മനസ്സ്? ആർക്കാ സ്വർഗത്തിൽ പോകാൻ കഴിയാ? ഏത് മനസ്സുള്ളവർക്കാണ് സ്വർഗത്തിലേക്ക് പോവാൻ കഴിയുന്നത്? യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സംശുദ്ധമായ ഹൃദയമുള്ള ആളുകൾക്ക് മാത്രമേ അല്ലാഹു നാളെ സ്വർഗ്ഗം നൽകുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ. നിസ്കാരം നാളെ ഉപകരിക്കൂല, പരിശുദ്ധമായ ഖുർആൻ ഉപകരിക്കൂല, സകാത്തോ സ്വതക്കകളോ ഒരു നന്മയും ഉപകരിക്കൂല. ഹൃദയം ശുദ്ധീകരിക്കാത്ത ഒരാളുടെ, സ്വഭാവം നന്നാവാത്ത ഒരാളുടെ ജനങ്ങളോട് മാന്യമായി പെരുമാറണം. നമ്മൾക്ക് ഒരാളോടും അസൂയ തോന്നാൻ പാടില്ല, വൈരാഗ്യം തോന്നാൻ പാടില്ല, പക തോന്നാൻ പാടില്ല, വിദ്വേഷം ഉണ്ടാവാൻ പാടില്ല, പിണക്കമുണ്ടാവാൻ പാടില്ല, ചൊടിയുണ്ടാവാൻ പാടില്ല. എന്നാൽ ആരോടും പിണക്കമില്ലാത്ത, ആരോടും അസൂയയില്ലാത്ത വിശാലമായ മനസ്സാർക്കാണോ ഉള്ളത് അവര് മാത്രമേ നാളെ സ്വർഗത്തിലേക്ക് കടക്കുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. എത്ര വലിയ ആബിദായാലും ശരി, എത്ര വലിയ നിസ്കാരക്കാരനായാലും ശരി, എത്ര വലിയ സൂഫി വെറ്റനായാലും ശരി, സ്വഭാവം നന്നാക്കാത്ത ഒരാളും നാളെ സ്വർഗത്തിൽ കിടക്കൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആളുകൾക്ക് ഒരൊറ്റ ഒരു ചിന്തയാണ് ഉണ്ടാവുക, ലാ തബാഹുല ബൈനഹും, അവർക്കാർക്കും പരസ്പരം കോപമുണ്ടാവൂല. ഇന്ന് നമ്മൾക്ക് എത്ര പേർക്ക് പരസ്പരം കോപമുണ്ട്? മറ്റൊരാളോട് അസൂയയുണ്ട്, മറ്റൊരാളോട് കോപമുണ്ട്. ലാ തബാഹുല, പരസ്പരം കോപമില്ല. വലാ തഹാസുദ, പരസ്പരം അസൂയയുമില്ല. ഇതില്ലേ ഇൻഷാ അല്ലാഹ് നാളെ സ്വർഗ്ഗം കിട്ടും. കോപമുണ്ടോ? ആരെ കുറിച്ചെങ്കിലും വേണ്ടാത്ത ചിന്തകളുണ്ടോ? ആരെ കുറിച്ചെങ്കിലും വൈരാഗ്യമുണ്ടോ? ആരോടെങ്കിലും പകയുണ്ടോ? എങ്കിൽ ഒരാൾക്കും നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് ദേഷ്യമില്ലാത്ത ഹൃദയം നമ്മൾക്കുണ്ടാവണം, അസൂയയില്ലാത്ത ഹൃദയം നമ്മൾക്കുണ്ടാവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ആദ്യം പോകുന്നവരുടെ മുഖം 14-ാം രാവിന്റെ ചന്ദ്രനെ പോലെ പ്രകാശിപ്പിക്കുമെന്നാണ്. അപ്പൊ ഈ പ്രകാശം കിട്ടാനുള്ള അമലുകൾ എന്തൊക്കെയാണ്? പ്രകാശിക്കണം എന്നാണല്ലോ പറയുന്നത്. പ്രകാശം ലഭിക്കാനുള്ള അമലുകൾ എന്തൊക്കെയാണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ഖിറാഅത്തുൽ ഖുർആനിൽ കരീം, പരിശുദ്ധമായ ഖുർആൻ നന്നായി പാരായണം ചെയ്യണം. ഖുർആൻ പാരായണം ചെയ്യണം, ഖുർആൻ പാരായണം ചെയ്യണം. അതിന്റെ ഫഹുവസ് സിറാത്തുൽ മുസ്തഖീം, ഖുർആൻ എന്നുള്ളത് നമ്മൾക്ക് ചൊവ്വായ പാതയാണ്, സിറാത്തുൽ മുസ്തഖീമാണത്. വന്നൂറുൽ മുബീൻ,
അത് വലിയൊരു വെളിച്ചമാണ്, പ്രകാശമാണ് ഖുർആൻ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ മാ കുൻത തദ്രീ മൽ കിതാബു വലൽ ഈമാൻ. നബിയേ, വകദാലിക ഔഹൈനാ ഇലൈക, അങ്ങേക്ക് ഞാൻ വഹി നൽകുകയുണ്ടായി. റൂഹൻ മിൻ അംരിനാ, അല്ലാഹു തആലയാണ് വഹി ഇറക്കി കൊടുക്കുന്നത്. മാ കുൻത തദ്രീ മൽ കിതാബ്, നിങ്ങൾക്കറിയില്ല എന്താണ് ഈ കിതാബ് എന്ന്, നിങ്ങൾക്കറിയില്ല എന്താണ് ഈ ഖുർആൻ എന്ന്. വലൽ ഈമാൻ, എന്താണ് ഈമാൻ എന്ന് നിങ്ങൾക്കറിയില്ല. വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ. ഈ ഖുർആൻ എന്ന് പറയുന്നത്, ഈ കിതാബ് എന്ന് പറയുന്നത് നൂറാ, അതൊരു പ്രകാശമാണ്, അതൊരു വെളിച്ചമാണ്. നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, എന്റെ അടിമകളിൽ എല്ലാവർക്കും ആ വെളിച്ചം ഞാൻ നൽകൂല. എന്റെ അടിമകളിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു പ്രകാശം ഞാൻ നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ ഒരു വെളിച്ചമാണ്. ആ വെളിച്ചം ഞാൻ എല്ലാവർക്കും നൽകൂല. ആ വെളിച്ചം ആർക്കാണോ ഞാൻ നൽകുന്നത് അത് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ നൽകുള്ളൂ. അതുകൊണ്ട് ഈ ഖുർആനാകുന്ന പ്രകാശം ആരാണോ മുറുകെ പിടിക്കുന്നത് അവർക്ക് ഇൻഷാ അല്ലാഹ് അവരുടെ ശരീരത്തിൽ വെളിച്ചമുണ്ടാകും, നാളെ ആഖിറത്തിൽ വെളിച്ചമുണ്ടാകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഒരു വെളിച്ചം നമ്മൾക്ക് നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കിതാബുല്ലാഹി ഫീഹിൽ ഹുദാ. ഖുർആൻ എന്ന് പറയുന്നത്, ഖുർആനിൽ സന്മാർഗ്ഗമുണ്ട്, ഖുർആനിൽ സന്മാർഗ്ഗമുണ്ട്. കിതാബുല്ലാഹി ഫീഹിൽ ഹുദാ, ഖുർആനിൽ സന്മാർഗ്ഗമുണ്ട്. വന്നൂർ, ഖുർആനിൽ വെളിച്ചമുണ്ട്, ഖുർആനിൽ പ്രകാശമുണ്ട്. അതുകൊണ്ട് ഫഖുദൂ ബികിതാബില്ലാഹി വസ്തംസികൂ ബിഹി, ആ വെളിച്ചമുള്ള സന്മാർഗ്ഗമുള്ള ഖുർആനിനെ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങൾ പറഞ്ഞില്ലേ, രണ്ടു കാര്യം ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാമെന്ന്. ഞാൻ പോവുകയാണ്, ഞാൻ യാത്ര ചോദിക്കുകയാണ്. യാത്ര ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നൽകാനുള്ളത് രണ്ട് വിഷയങ്ങളാണ്. അതിലൊന്ന് ഖുർആനാണ്, രണ്ടെന്റെ സുന്നത്തുകളാണ്. ഈ രണ്ട് കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചാൽ ലം തളില്ലൂ മാ തമസ്സക്തും ബിഹിമാ, ഇത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനും സുന്നത്തുകളും ആരൊക്കെയാണോ മുറുകെ പിടിക്കുന്നത് അവർ ഒരിക്കലും പരാജയപ്പെടൂല എന്നാണ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ആളുകളായി നമ്മൾ മാറണം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആരാണോ ഖുർആനിന്റെ അർത്ഥം ആലോചിക്കുന്നത്, ഫമൻ തദബ്ബറ ആയാതിഹി, ഖുർആൻ അല്ലാഹു ഇറക്കുന്നത് തന്നെ വെറും ഓതിവിടാനല്ല, അതിന്റെ അർത്ഥങ്ങൾ ആലോചിക്കാനാണ്. ലിയദബ്ബറു ആയാതിഹി, അറിയില്ല എന്ന് പറഞ്ഞ് ഒരാളും മാറി നിൽക്കണ്ട. എനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒരാളും മാറി നിൽക്കേണ്ടതില്ല. എല്ലാവരും പഠിക്കൽ നിർബന്ധമാണ്. പഠിക്കാനുള്ള സമയം എല്ലാവരും കണ്ടെത്തേണ്ടതുണ്ട്. അല്ലാഹു ഖുർആൻ ഇറക്കിയത് ഓതാനല്ല, അതിന്റെ അർത്ഥങ്ങൾ ആലോചിക്കാനാണ്. എന്നും കൂടി ഓരോ ആളുകളും ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോ ആരാണോ പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥം ആലോചിക്കുന്നത്, വഅമില ബിഅഹ്കാമിഹി, ഖുർആൻ കൊണ്ട് ആരാണോ ജീവിക്കുന്നത് അവർക്ക് അല്ലാഹു തആല പ്രത്യേകമായ ഒരു പ്രകാശം നൽകും. ഏതാണ് ആ പ്രകാശം? കിതാബുൻ അൻസൽനാഹു ഇലൈക, നബിയേ നിങ്ങൾക്ക് ഞാൻ ഇറക്കി തന്ന പ്രകാശം, നിങ്ങൾക്ക് ഞാൻ ഇറക്കി തരുന്ന ആ പരിശുദ്ധമായ ഗ്രന്ഥം, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങളെ പുറപ്പെടുവിക്കാനാണ്. ആരാണോ അന്ധകാരത്തിലുള്ളത്, ആരാണോ അനാചാരത്തിലുള്ളത്, ആരാണോ ഇരുട്ടിലുള്ളത് അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ്. സൽപന്താവിലേക്ക് കൊണ്ടുവരാനാണ്, നന്മയിലേക്ക് കൊണ്ടുവരാനാണ് ഈ പരിശുദ്ധമായ ഖുർആൻ ഞാൻ നിങ്ങൾക്ക് ഇറക്കിയത് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ വിഷയം ഖുർആനാണ്. ഖുർആൻ എന്ത് ചെയ്യണം? നമ്മൾ ഖുർആനിൽ നിന്ന് മാറി നിൽക്കാനേ പാടില്ല.
നമ്മുടെ ആയുധം, നമ്മുടെ കരുത്ത്, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ലക്ഷ്യങ്ങളും ഓരോ മേഖലകളും ഖുർആനുമായി ബന്ധപ്പെടുത്തി ജീവിക്കാൻ നമ്മൾക്ക് കഴിയണം. രോഗമുണ്ടോ? ഇൻഷാ അല്ലാഹ് ഖുർആൻ ഓതി ഞാനൊന്ന് ദുആ ചെയ്യട്ടെ. കടമുണ്ടോ? ഖുർആൻ ഓതി ഞാൻ ദുആ ചെയ്യട്ടെ. അതേപോലെ ഏത് വിഷയങ്ങളും പരിശുദ്ധമായ ഖുർആനിൽ അഭയം പ്രാപിക്കുന്നവരാകണം ഒന്നാമത്തെ വിഷയം. ഇനി രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയുടെ പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഒരു ആയത്തുണ്ട്. ഏതായത്ത്? ഹദ്ദാദ് ചൊല്ലുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഏതായത്ത്? സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്ത് ഏതാണ്? ഇതാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. آمن الرسول بما أنزل إليه من ربه والمؤمنون. آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا ولا تحملنا ما ചില ആളുകൾ സൈക്കിളിൽ പോകും. അങ്ങനെ ഓരോ ആളുകൾ ഓരോ സ്റ്റൈലിലാണ് പോവുക. ഏതായാലും ഒരു വെറൈറ്റി എല്ലാവരും. പുതിയാപ്പിള പോകുമ്പോൾ പടക്കം പൊട്ടിക്കും ചില ആളുകൾ ബൈത്ത് പാടും, ചില ആളുകൾ നല്ല ഡാൻസ് ചെയ്യും, ചില ആളുകൾ നല്ല മൗലീദും സ്വലാത്തൊക്കെ ആയിട്ട് പോകും. അപ്പൊ എന്തായാലും ഒരു ജഗബോഗായിട്ട് എല്ലാവരും പുതിയാപ്പിള പോകും അല്ലെ. അപ്പൊ അതേപോലെയാണ് പരിശുദ്ധമായ രണ്ട് സൂറത്ത് ഇറങ്ങിയത്. ഒന്ന് ജഗബോഗായിട്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ കൂടെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട്. ബൈനമാ ജിബ്രീലു ഖായിദുൻ ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ഉണ്ട്. ആ സമയത്ത് സമിഅ സൗതൻ മിൻ ഫൗഖിഹി, മുകൾ ഭാഗത്ത് നിന്നൊരു ശബ്ദം കേൾക്കാനിടയായി. വലിയ ഒരു ശബ്ദം. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ആകാശങ്ങളിലേക്ക് തല ഉയർത്തുകയുണ്ടായി, എന്താണ് ആ ശബ്ദമെന്ന് കേൾക്കാൻ വേണ്ടി. അപ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, ഹാദാ ബാബും മിനസ് സമാഇ ഫുതിഹൽ യൗം. നബിയേ, അത് സ്വർഗ്ഗത്തിന്റെ ഒരു വാതിൽ തുറന്നതാണ് നബിയേ, സ്വർഗ്ഗത്തിന്റെ ഒരു കവാടം തുറന്നതാണ് നബിയേ. അത് ലം യുഫ്തഹ ഖത്തു ഇല്ലൽ യൗം, ഇന്നല്ലാതെ ഇന്നേ വരെ ആ വാതിൽ തുറന്നിട്ടില്ല, ഇനി അത് തുറക്കുകയുമില്ല. ഇന്നല്ലാതെ ഇനി ആ വാതിൽ തുറന്നിട്ടില്ല, ഇനി തുറക്കുകയുമില്ല. അത്രത്തോളം എന്തോ ഒരു ഗൗരവമുള്ള വിഷയം ഇവിടെ നടക്കാൻ പോവുകയാണ്. ഫനസല മിൻഹു മലകുൻ, ആ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങളിലൂടെ ഒരു മലക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നു നബിയേ. هذا ملك نزل إلى الأرض لم ينزل قط إلا اليوم. ഇന്നല്ലാതെ ഇന്നേ വരെ ആ മലക്ക് ഇറങ്ങിയിട്ടില്ല, ഇനി ഇറങ്ങാനും പോകുന്നില്ല. ഇന്നല്ലാതെ ആ മലക്ക് ഇറങ്ങിയിട്ടില്ല, ഇനി ഇറങ്ങാനും പോകുന്നില്ല. ഫസല്ലമ, ആ മലക്ക് വന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് സലാം പറഞ്ഞു. വഖാൽ, എന്നിട്ട് പറഞ്ഞു, അബ്ശിർ ബിനൂറൈൻ, നബിയേ നിങ്ങൾക്ക് രണ്ട് പ്രകാശം ഞാൻ ഇറക്കാൻ പോവുകയാണ്. അബ്ശിർ ബിനൂറൈൻ, നിങ്ങൾക്ക് ഞാൻ രണ്ട് പ്രകാശം തരാൻ പോവുകയാണ്. രണ്ട് പ്രകാശം ആർക്കും അതിന്നേ വരെ കൊടുത്തിട്ടില്ല. ഊതീതഹുമാ ലം യുതഹുമാ നബിയ്യുൻ ഖബ്ലക, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ഒരു പ്രവാചകന്മാർക്കും ലഭിക്കാത്ത പ്രകാശം, രണ്ട് പ്രകാശം ഞാൻ നിങ്ങൾക്ക് ഇന്ന് നൽകാൻ പോവുകയാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന മലക്ക് പറയുകയാണ്. ഏതാണ് ആ രണ്ട് പ്രകാശങ്ങൾ?